أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم മാന്യ അതിഥികൾക്ക് ഇവിടെ പങ്കെടുക്കുന്നവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ അതിഥികൾക്കും ഞാൻ ആദ്യമായി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി ഈ പള്ളിയുടെ ഉദ്ഘാടന വേളയിൽ നിങ്ങൾ പങ്കെടുക്കുകയാണ്. നിങ്ങളുടെ ഇവിടെയുള്ള ആഗമനം ശുദ്ധമായ ഒരു ആത്മീയവും അതുപോലെ തന്നെ മതപരവുമായ ഒരു പരിപാടിയിൽ നിങ്ങൾ പങ്കെടുക്കുന്നത് നിങ്ങളുടെ ഹൃദയ വിശാലതയാണ് കാണിക്കുന്നത്. ഈ പള്ളിയുടെ നിർമ്മാണ ലക്ഷ്യം, സ്ഥാപിത ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാ പള്ളികളുടേതും പോലെ ഇതൊരു പരിശുദ്ധ സ്ഥലമാണ്. ഇവിടെ ജനങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഒരുമിക്കുന്നു, ഒത്തുചേരുന്നു. പള്ളി നിർമ്മിക്കുന്നത് എവിടെയാണെങ്കിലും അതിൻ്റെ പിറകിലുള്ള ചേതോവികാരം എന്ന് പറയുന്നത് പരസ്പരം കമ്മ്യൂണിറ്റി എല്ലാവരുമായി, ഇവിടെയുള്ള എല്ലാവരെയും കമ്മ്യൂണിറ്റിയുമായി ഉള്ള ഒരു സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷം സംജാതമാക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ എല്ലാ പള്ളികളിലും നിന്നുള്ള ഒരേ സ്ഥിരമായ ശാശ്വതമായ സന്ദേശം ഉയരുന്നത് അള്ളാഹുവിൻ്റെ ആരാധനകളുടെ സ്ഥലങ്ങൾ ആണിവ. അതുപോലെ തന്നെ ലോകത്ത് ശാന്തി, സമാധാനം, അതുപോലെ പരസ്പര സഹകരണവും എന്നീ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കേന്ദ്രങ്ങളുമാണ് പള്ളികൾ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ഉന്നത ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് വളരെ സന്തോഷം അറിയിക്കുന്നു. സന്തോഷ വികാരങ്ങളാൽ ഭരിതമാണ് അഹമ്മദിയ ജമാഅത്ത്. ഇന്ന് വെയിൽസിൽ ആദ്യമായാണ് വ്യവസ്ഥാപിതമായ നിലയിൽ ഞങ്ങൾക്ക് പള്ളി നിർമ്മിക്കാനുള്ള സൗഭാഗ്യം ലഭിക്കുന്നത്. ഇസ്ലാമിക അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ അഹമ്മദി മുസ്ലിം ജമാഅത്ത് അംഗങ്ങൾ ഇവിടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആക്ക് ഒരുമിച്ച് കൂടുന്ന സമയത്ത് തന്നെ ഇവിടെയുള്ള എല്ലാവരുടെയും മനുഷ്യൻ്റെ ശാന്തി, സമാധാനം, ക്ഷേമം എന്നീ കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രചരിക്കപ്പെടുന്ന വിവിധ തെറ്റിദ്ധാരണകളുണ്ട്. ഈ കമ്മ്യൂണിറ്റിയുടെ ചില ആളുകൾ അചഞ്ചലതയും ഇവിടെയുള്ള കമ്മ്യൂണിറ്റിക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകൾ അവരെ അസ്വസ്ഥരാക്കുന്നുണ്ടാകാം. ഇവിടെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് പള്ളി നിർമ്മിച്ചത് എന്നത് അവർക്ക് ഒരുപാട് ആശങ്കകൾ ഉളവാക്കുന്നുണ്ടാകാം. അതുപോലെ ഇസ്ലാമിനോട് ദുർഭാവനയും വെച്ച് പുലർത്താൻ സാധ്യതയുണ്ട്. എന്നാൽ ഞാനിവിടെ വ്യക്തമാക്കിയാണ്, സമൂഹത്തിൽ ഭിന്നതയോ അസ്വസ്ഥതയോ സംജാതമാക്കാനല്ല ഞങ്ങൾ പള്ളികൾ നിർമ്മിക്കുന്നത്. മറിച്ച് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ മസ്ജിദുകൾ ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും പരസ്പര സഹകരണത്തിൻ്റെയും മിനാരം എന്ന നിലയിൽ ആണ് നിർമ്മിക്കപ്പെടുന്നത്. ദീനിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ആണ് ഇവിടെ പ്രതിഫലിപ്പിക്കപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ചില ഉപദ്രവകാരികളായ ആളുകൾ കുഴപ്പം സൃഷ്ടിക്കാനും മറ്റവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കാനും വേണ്ടി ഒരു പള്ളി നിർമ്മിക്കുകയുണ്ടായി. ആ പള്ളിയുടെ നിർമ്മാണത്തിന് ശേഷം അള്ളാഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പന നൽകി ആ പള്ളിയെ, ആ നാമധാരിയായ പള്ളിയെ തകർക്കണമെന്ന്. അതുകൊണ്ട് തന്നെ പള്ളിയുടെ യഥാർത്ഥ സ്ഥാപന ലക്ഷ്യം എന്ന് പറയുന്നത് അതിൻ്റെ ബാഹ്യമായ നിർമ്മാണം കൊണ്ട് പൂർത്തിയാകുന്നതല്ല, മറിച്ച് പള്ളി എന്ന് പറയുന്നത്, മസ്ജിദ് എന്നത് പറയുന്നത് യഥാർത്ഥ മസ്ജിദ് ആകുന്നത് ആ സ്ഥാനത്ത് അള്ളാഹുവിൻ്റെ
യഥാർത്ഥ ആരാധനകൾ നിർവഹിക്കപ്പെടുന്നതോടൊപ്പം ഇസ്ലാമിക അധ്യാപനങ്ങളുടെ ദർപ്പണമായി നിലകൊണ്ടുകൊണ്ട് എല്ലാ മനുഷ്യകുലത്തോടും സഹാനുഭൂതിയും അതുപോലെ തന്നെ ദൈവഭയം അവർ സംജാതമാക്കുകയും ചെയ്യാനുള്ളൊരു കേന്ദ്രമായി വിരാജിക്കുമ്പോഴാണ് ഞാനിവിടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്, പള്ളി എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ശാന്തി സമാധാനത്തെയും അഭിവൃദ്ധിയെയും തടയുന്നു എന്ന് കരുതുന്നവരോട് ഞാൻ പറയും, നിങ്ങൾ ഭയക്കേണ്ട. ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ എന്നത് വളരെ ശാന്തി സമാധാനപൂർണ്ണമാണ്. അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർ ഒരിക്കലും തന്നെ തിന്മകളിലോ കുഴപ്പങ്ങളിലോ ഉൾപ്പെടുന്നതല്ല. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഞങ്ങൾക്ക് സാധിക്കുന്നതല്ല. ഞങ്ങളുടെ അധ്യാപനങ്ങളും ഞങ്ങളുടെ ചരിത്രങ്ങളും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രവർത്തന രൂപങ്ങളും പ്രാവർത്തികമായ കാര്യങ്ങളും നിങ്ങൾ കാണുകയാണെങ്കിൽ അത് വ്യക്തമാക്കുന്നത് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എപ്പോഴും സമാധാനമാണ് ലോകത്ത് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് ചരിത്രം സാക്ഷിയാണ്. ഞങ്ങൾ എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട്. അവയുടെ മതങ്ങളോ വിശ്വാസങ്ങളോ വിഭിന്നമായാലും ശരി. കാരണം ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ നിന്ന് അകന്നല്ല ഞങ്ങൾ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ അധ്യാപനങ്ങളാണ് ഞങ്ങൾ പാലിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പ്രവർത്തിക്കുന്നത്. വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ അവകാശങ്ങളെ വിലമതിക്കാത്ത വ്യക്തികളുടെ ആരാധനകൾ നിഷ്ഫലമാണ്. അവർ ദൈവദൃഷ്ടിയിൽ ദൈവത്തിൻ്റെ നീരസം നേടുന്നവരാണ്. വിശുദ്ധ ഖുർആനിൽ പറയുന്നു, അവർ ശപ്തരാണ്. കാരണം വൈലുൽ മുസല്ലീൻ, അങ്ങനെയുള്ള നമസ്കാരികൾ ശപ്തരാണ് എന്ന് പറയുന്നുണ്ടായി. ഇതിൻ്റെ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ മറ്റ് ആയത്തുകൾ ഇതിൻ്റെ വിശദീകരണം നൽകുന്നുണ്ട്. സമൂഹത്തിൻ്റെ അവകാശങ്ങൾ, പ്രത്യേകിച്ച് സമൂഹത്തിലുള്ള അനാഥരും അതുപോലെ തന്നെ അഗതികളുമായ ആ ദുർബല വിഭാഗത്തെ സഹായിക്കാത്തവർ, അവരുടെ നമസ്കാരം വൃഥാവിലാണ്. അവരുടെ ഈമാൻ എന്ന് പറയുന്നത് വെറും പ്രദർശനപരവും ബാഹ്യവും ഉപരിപ്ലവുമാണ്. അവരുടെ നമസ്കാരങ്ങൾ അല്ലെങ്കിൽ ദ്വാകളും അവരുടെ കാപട്യവും അവരുടെ വഞ്ചനയുമാണ് പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് അത് ദൈവസമക്ഷത്തിൽ സ്വീകാര്യോഗ്യമല്ല. അതുപോലെ അസൂറത്തിൻ്റെ അവസാനത്തിൽ ഇങ്ങനെയുള്ള സ്വാർത്ഥ താല്പര്യമതികളെക്കുറിച്ച് പറയുന്നത്, സഹായം ആവശ്യമുള്ളവരെ സഹായിക്കുന്നതിൽ നിന്നും നിഷേധിക്കുന്നവർ, ആവശ്യക്കാരെ സഹായിക്കാത്തവർ, സ്വയം അങ്ങനെ ചെയ്യാതിരിക്കും, മറ്റുള്ളവരുടെ സഹായ പ്രവർത്തനങ്ങളെ തടയുകയും ചെയ്യുന്നവരാണ്. അവർ താൽക്കാലികമായ സഹായ സഹകരണങ്ങൾ പോലും ചെയ്യുന്നത് വിലക്കുന്നവരാണ്. സൂറ മാഊനിലുള്ള ആയത്തുകളുടെ വിശദീകരണമാണ് പറയുന്നത്. പള്ളികളിലുള്ള ആരാധനകൾ സ്വീകാര്യോഗ്യമാകുന്നതും അതുപോലെ തന്നെ ദൈവസവിധത്തിൽ സ്വീകാര്യമാകുന്നതും മനുഷ്യ സേവനത്തോടൊപ്പം അത് ചെയ്യുന്നതാണ്. ഇതാണ് ഇസ്ലാമിക അധ്യാപനം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആന്റെ സൂറ അൽ ബലദിൻ്റെ ആയത്ത് നമ്പർ 11 പറയുന്നു, അള്ളാഹു നാം മനുഷ്യർക്ക് 2 വഴികളിലേക്ക് മാർഗദർശനം നൽകിയിട്ടുണ്ടായി. വഹദൈനാഹു നജ്ദൈൻ. വിശുദ്ധ ഖുർആനിൽ ഖൈർ എന്താണ്, ഷർ എന്താണ്, മറ്റുള്ളവർക്ക് ഉപകാരം എന്താണ്, ഉപദ്രവം എന്താണ് എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ സത്യവും അസത്യവും തമ്മിലുള്ള വിവേചനവും ഒക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. അള്ളാഹു മനുഷ്യന് കൊടുത്തിരിക്കുന്ന സ്വഭാവം എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ സഹജാവബോധം എന്ന് പറയുന്നത് നന്മയിൽ മുന്നോട്ട് പോവുക എന്നതാണ്. ലോകത്തിനെ കാണാൻ വേണ്ടി ബാഹ്യ നേത്രങ്ങൾ അള്ളാഹു നൽകിയതുപോലെ നമുക്ക് അള്ളാഹു ആത്മീയമായ ആന്തരികമായ ഒരു ദൃഷ്ടിയും അതുപോലെ ഗ്രാഹ്യവും നൽകിയിട്ടുണ്ട്. അത് ഞങ്ങളെ വഴി നടത്തുന്നു. ഏതുപോലെ ഒരു വ്യക്തി തൻ്റെ ഈ ആന്തരികമായ കഴിവിനെയും ഗ്രാഹ്യത്തെയും അവഗണിച്ചുകൊണ്ട് വെറും സ്വാർത്ഥപരമായ നിലയിൽ ഭൗതികതയെ പിന്തുടരുക
ചൊവ്വായ മാർഗത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് വഴികേടിലാകുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഖുർആൻ എല്ലാ ഭാഗത്തു നിന്നും പറയുന്നത് സത്യം എന്താണ്, അസത്യം എന്താണ്, ശരി എന്താണ്, തെറ്റെന്താണ്. സൂറ ബലദിൽ ആയത് നമ്പർ 14 പറയുന്നു, ഒരു അടിമയെ വിമോചിപ്പിക്കുന്നത് എന്ന് പറയുന്നത്, സ്വതന്ത്രനാക്കുന്നത് എന്ന് പറയുന്നത് നന്മയുടെ ഒരു വലിയ കാര്യമാണ്. ഇസ്ലാമിന് മുമ്പ് അറബികളിൽ ഉണ്ടായിരുന്നത് അടിമത്ത വ്യവസ്ഥിതിയായിരുന്നു. അത് അവിടെ പ്രചലിതമായിരുന്നു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായ, വളരെ വിപ്ലവകരമായ കൽപ്പന നൽകിയത് അടിമകളെ മോചിപ്പിക്കണമെന്നാണ്. ഹദരത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം തന്നെ പ്രാവർത്തികമായും നിലയിലും അത് കാഴ്ചവെക്കുകയുണ്ടായി. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ച എല്ലാ അടിമകളെയും പൂർണ്ണമായി സ്വതന്ത്രമാക്കുകയുണ്ടായി. ഈ അടിമത്ത ചിന്താഗതിയും ത്തിൻ്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റദ്ദാക്കിയുണ്ടായി. ഇന്നും ഈ ഉദാഹരണം വളരെ വാലിഡാണ്. ഇന്നത്തെ കാലത്തും ഇത് വളരെ സമകാലിക പ്രസക്തമാണ്. ഈ വിഷയം ബാഹ്യമായ നിലയിൽ അടിമത്തം അവസാനിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഭരണകൂടപരമായ അടിമത്തം ഈ ലോകത്തിലുള്ള ജനങ്ങളെ കീഴടക്കിയിരിക്കുകയാണ്. ജനങ്ങളെ അത് പിന്തുടരുകയാണ്. അതുപോലെ തന്നെ അവികസിത രാഷ്ട്രങ്ങളിൽ, ദരിദ്ര രാഷ്ട്രങ്ങളിൽ വളരെയധികം കടക്കണിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. അവരുടെ പ്രകൃതി സ്രോതസ്സുകളിൽ വൻ ശക്തികൾ അത് കീഴടക്കുന്നു. അവർ സ്വയം സ്വാർത്ഥതയാണ് അവിടെ കാണിക്കുന്നത്. സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടി അവരുടെ ദരിദ്ര രാഷ്ട്രങ്ങളുടെ പ്രകൃതി വിഭവങ്ങളെ പോലും അവർ ചൂഷണം ചെയ്യുന്നു. വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ തന്നെ പൂർണ്ണമായും വിഭാവനം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഈ ഒരു അനീതി കാരണമാണ്, ഈ ലോകത്ത് നടമാടുന്ന അനീതി കാരണമാണ് സമൂഹത്തിൽ ശാന്തി സമാധാനത്തിൻ്റെ അടിത്തറ ഇളകുന്നത്. ഇന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കും ഈ കാര്യങ്ങളൊക്കെ തന്നെ. വിശുദ്ധ ഖുർആൻ സമൂഹത്തിനോടുള്ള സഹാനുഭൂതിയും സമഭാവനയും അതുപോലെ തന്നെ സഹതാപത്തിൻ്റെയുമാണ് അധ്യാപനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ സൂറത്തിൻ്റെ മറ്റ് വിശുദ്ധ ഖുർആനിലെ മറ്റ് സൂറത്തുകളിൽ നിന്ന് വ്യക്തമാകുന്നത്, വിശക്കുന്നവന് ഭക്ഷണം നൽകുന്നത് ഒരു വലിയ നന്മയായി പറയുന്നു. അതുപോലെ തന്നെ യത്തീമുകളെ പരിപാലിക്കുന്ന, അനാഥരെ പരിപാലിക്കുന്നത്, അതുപോലെ തന്നെ ദരിദ്രരെയും അതുപോലെ ദുർബലരെയും സഹായിക്കണമെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ അഗതികളായ നിലയിൽ ഉള്ളവരെ സഹായിക്കണമെന്ന് പറയുന്നുണ്ട്. ഇത് വളരെയധികം ആഴത്തിലുള്ള അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഇത്തരക്കാരെ സഹായിക്കേണ്ടത്, അതായത് വളരെ അശരണരായവർക്ക് സഹായം എത്തിക്കേണ്ടത്, ആരാലും സഹായിക്കപ്പെടാത്തവരെ, അരികുവൽക്കരിക്കപ്പെട്ട, അതുപോലെ സമൂഹത്തിൽ നിന്നും തിരസ്കൃതരായവരെ സഹായിക്കേണ്ടത് അടിയന്തരമായ ആവശ്യമാണ്. മുസ്ലിങ്ങളോട് പറഞ്ഞത് മറ്റുള്ളവരുടെ കടമകൾ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം അരികുവൽക്കരിക്കപ്പെട്ട അശരണരും അഗതികളുമായവരെ സഹായിക്കാൻ വേണ്ടി മുൻകൈ എടുക്കണമെന്നാണ്. ആരെങ്കിലും തന്നെ തീരെ ദാരിദ്ര്യാവസ്ഥയിലുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഒരു സഹായ സഹകരണവും ലഭിക്കാതെ വരികയാണെങ്കിൽ അവരുടെ സഹായത്തിലേക്കാണ് ശ്രദ്ധ ചെലുത്തേണ്ടത്. ലോകത്തിലുള്ള എല്ലാ സമുദായങ്ങളും ജനതകളും മുസ്ലിങ്ങളും ഒക്കെ തന്നെ ഇങ്ങനെ എല്ലാവരും ഐക്യപ്പെടുത്തുന്ന, അതുപോലെ തന്നെ ഉന്നത ധാർമ്മിക ഗുണങ്ങളുടെ ഈ പാഠങ്ങൾ പ്രാവർത്തികമാകുകയാണെങ്കിൽ അതിന് വലിയ സ്വാധീനങ്ങളും പ്രഭാവങ്ങളും ലോകത്ത് ചെലുത്താൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ സമൂഹത്തിൽ നടമാടുന്ന അതിക്രമവും അന്യായവും അതുപോലെ തന്നെ അജ്ഞതയുമൊക്കെ തന്നെ ഇതിൽ നിന്നും ദൂരീകരിക്കാൻ സാധിക്കും. അതിനു പകരം സ്നേഹം, കരുണ, പരസ്പര സഹകരണവും സഹിഷ്ണുതയുമായിരിക്കും ഭൂമിയിൽ പിന്നെ കളിയാടുക. മറ്റുള്ളവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതാണ്, സമാധാനം സ്ഥാപിതമാകുന്നതാണ്. വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ എന്ന് പറയുന്നത് സാർവജനീനവും സാർവകാലികവുമാണ്. മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും അങ്ങനെ വ്യത്യാസമില്ലാതെ, മത ജാതി വർണ്ണ വിവേചനമില്ലാതെ ഉള്ള ഈ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ മാത്രമാണ് ലോകം സമാധാനത്തിൻ്റെ വിളനിലമാകുന്നത്. എല്ലാ ജനങ്ങളുടെയും ഇടയിൽ ശാന്തി, സമാധാനം, അവരുടെ അഭ്യുദയം
വേണ്ടിയാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് നിരന്തരം പ്രയത്നിക്കുന്നത്. എല്ലാ ജനങ്ങളെയും അവരുടെ മത ജാതി വ്യത്യാസങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാവരും ക്ഷണിക്കുന്നത് ലോകത്ത് പരസ്പര ധാരണയും പരസ്പര സഹകരണത്തിനും വേണ്ടി ഒരുമിക്കണമെന്നാണ്. ഇത് തന്നെയാണ് വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനം. ഉദാഹരണത്തിന് വിശുദ്ധ ഖുർആൻ്റെ സൂറത്തു നിസാ 4-ാമത്തെ അധ്യായമാണ്. അതിൽ പറയുന്നത് ധാർമ്മിക മൂല്യങ്ങളും മറ്റുള്ളവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനെ കുറിച്ചുമുള്ള ഒരു സമഗ്രമായ അധ്യാപനം നൽകുന്നുണ്ട്. അള്ളാഹു പറയുന്നു, അള്ളാഹുവിനെ ആരാധിക്കുക, ആരെയും അവനുമായി പങ്കു ചേർക്കാതിരിക്കുക, മാതാപിതാക്കളോട് നല്ല നിലയിൽ പ്രവർത്തിക്കുക, ദരിദ്രരെയും അയൽവാസികളെയും അഗതികളെയും അതുപോലെ തന്നെ അയൽവാസികളെയും ഒക്കെ തന്നെ നല്ല നിലയിൽ അവരോട് പെരുമാറുക. അത് ബന്ധുക്കളായ അയൽവാസികളാകട്ടെ, ബന്ധുക്കളല്ലാത്ത അയൽവാസികളാകട്ടെ, യാത്രക്കാരാകട്ടെ, അതുപോലെ തന്നെ നിങ്ങളുടെ വലം കൈ ഉടമസ്ഥരായ ആളുകളാകട്ടെ, അവരെയൊക്കെ തന്നെ നിങ്ങൾ സംരക്ഷിക്കുക. ഒരിക്കലും തന്നെ അഹംഭാവം നടിച്ച് വീമ്പ് നടിച്ച് നടക്കുന്നവരായി നിങ്ങൾ മാറരുത്. അള്ളാഹു ഷിർക്ക് തടയുന്നു. അതോടൊപ്പം തന്നെ എല്ലാ ജനങ്ങളോടുമുള്ള സ്നേഹവും കരുണയും ഇസ്ലാം പ്രബോധിപ്പിക്കുന്നു എന്ന് നമുക്ക് കാണാം. മനുഷ്യാവകാശങ്ങളുടെ കുറിച്ചുള്ള സംരക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ മാതാപിതാക്കളോടുള്ള സൽപെരുമാറ്റവും ഊന്നൽ നൽകിക്കൊണ്ട് പറയുകയാണ് ഖുർആൻ. അതുപോലെ തന്നെ അവസാനം സമൂഹത്തിൽ ഈ കുടുംബത്തിൽ നിന്നുള്ള വീട്ടിൽ നിന്നുള്ള അസമാധാനം അത് സമൂഹത്തിന് തന്നെ നാശകരമായി ഭവിക്കുന്നതാണ്. എല്ലാത്തരം സംസ്കരണങ്ങളും പരിഷ്കരണങ്ങളും വീട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത്. മറ്റുള്ളവരെയും അങ്ങനെ മാത്രമേ നമുക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ആയത്തുകൾ മുസ്ലിങ്ങളെ യത്തീമുകളും അനാഥരുമായി നല്ല നിലയിൽ പെരുമാറാനും അതുപോലെ തന്നെ പലതരം ഹതഭാഗ്യരായ ആളുകളെ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ടവരെ കൂട്ടിച്ചേർത്ത് നിൽക്കാനും അതുപോലെ തന്നെ അയൽവാസികളോട് സ്നേഹത്തോടും സൽപെരുമാറ്റത്തോടും കൂടി പെരുമാറാനും വേണ്ടി ആണ് ഖുർആൻ ഇവിടെ ഉത്ബോധിപ്പിക്കുന്നത്. നിങ്ങളുടെ അയൽവാസികൾ എന്ന് പറയുന്നത് ചേർന്ന് നിങ്ങളോടൊപ്പം ചുറ്റുവട്ടത്തിലുള്ളവരും അതുപോലെ തന്നെ ദൂരത്ത് നിൽക്കുന്നവരും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്നവരുമാണ്. ഇസ്ലാം അധ്യാപനം നൽകുന്നത് യാത്രക്കിടയിൽ എല്ലാ വ്യക്തികളുമായി അവനെ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളെയും അവരുടെ വ്യക്തികളുടെ നന്മ ആഗ്രഹിക്കേണ്ടതാണ്. അത് ട്രെയിനിലാകട്ടെ, ബസ്സിലാകട്ടെ, ഫ്ലൈറ്റിലാകട്ടെ, ഏതൊരു ഗതാഗത സൗകര്യം ഉൾപ്പെടുത്തുന്നവരും ഉപയോഗപ്പെടുത്തുന്നവരും അവർ എല്ലാവരും പരസ്പരം വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടെ പെരുമാറേണ്ടതാണ്, മറ്റുള്ളവർ ബഹുമാനിക്കേണ്ടതാണ്. ഈ ആയത്തിൽ അള്ളാഹു പറയുന്നു, മുസ്ലിങ്ങൾ തങ്ങളുടെ കീഴിലുള്ളവരെ കീഴ്ജീവനക്കാരോട് അതുപോലെ തന്നെ തങ്ങളുടെ സഹപ്രവർത്തകരോട് അതുപോലെ തന്നെ ഭരണകൂടത്തിലുള്ളവർ ഭരണാധികാരികൾ ഒരിക്കലും തന്നെ തങ്ങളുടെ ശക്തിയുടെ ദുർവിനിയോഗം നടത്താൻ പാടില്ല. അവർക്ക് അഹങ്കാരവും പൊങ്ങച്ചവും കാണിക്കാൻ പാടില്ല. അത് ഖുർആൻ അല്ലിൽ അള്ളാഹു അനിഷ്ടകരമായി വിവരിക്കുന്നു. ചില ആയത്തുകൾ മാത്രമാണ് ഖുർആനിൽ നിന്ന് ഞാനിപ്പോൾ അവതരിപ്പിച്ചത്. ഖുർആൻ്റെ ഇത്തരം സുന്ദരമായ അധ്യാപനങ്ങളാൽ ഖുർആൻ നിറഞ്ഞു കിടക്കുകയാണ്. ഉന്നത ധാർമ്മിക ഗുണങ്ങൾ സ്വായത്തമാക്കുക, നിയമവ്യവസ്ഥിതിയെ പാലിക്കുക, സമാധാനമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നൊക്കെ ഖുർആൻ പഠിപ്പിക്കുന്നു. ഉദാഹരണത്തിന് ഭരണകൂടങ്ങളും അതുപോലെ തന്നെ ഭരണകൂട വ്യവസ്ഥിതിയെയും ബഹുമാനിക്കുകയും അവരുടെ നിയമവ്യവസ്ഥിതികളെ പാലിക്കുകയും ചെയ്യാൻ ഖുർആൻ പാലിക്കുന്നു. നിങ്ങളുടെ ദേശസ്നേഹത്തെയും ഖുർആൻ ഊന്നൽ നൽകുന്നു. അതിന് ഈമാൻ്റെ ഒരു ഭാഗമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ആരാണോ ഈ നിലയിൽ മനസ്സിലാക്കുന്നത്, മുസ്ലിമാണെന്ന് പറയുന്നവർ പള്ളിയുടെ അള്ളാഹുവിൻ്റെ തൃപ്തി നേടാനും പള്ളിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നേടാനും വേണ്ടിയുള്ള പരിശ്രമങ്ങളായിരിക്കണം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്.
ഈ പള്ളിയുമായി ബന്ധപ്പെട്ടവരൊക്കെ തന്നെ ദൈവപ്രീതി നേടുകയും അതുപോലെ ഉന്നത ധാർമ്മിക ഗുണങ്ങൾ സ്വായത്തമാക്കുകയും മനുഷ്യനുള്ള സഹാനുഭൂതിയുമാണ് അവൻ പ്രകടിപ്പിക്കേണ്ടത്. ഇവിടെ പള്ളിയിൽ ആരാധനക്കായി വരുന്ന ഒരു അഹമ്മദിയും നിർബന്ധമായും നിങ്ങളുടെ ഇവിടെയുള്ള കമ്മ്യൂണിറ്റി എല്ലാവരെയും അവർ ശ്രദ്ധിക്കുന്നതും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതുമാണ്. അതുപോലെ തന്നെ എല്ലാവരുമായി സഹാനുഭൂതിയോട് പ്രവർത്തിക്കുന്നതാണ്, സഹായിക്കുന്നതാണ്, ബുദ്ധിമുട്ടുകളുള്ളവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്, കരയേറ്റുന്നതാണ്. അതുപോലെ വിശക്കുന്നവർക്ക് ഭക്ഷണം, ദരിദ്രർക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതുപോലെ തന്നെ രോഗികളുടെ പരിചരണം ഒക്കെ തന്നെ അവരുടെ ബാധ്യസ്ഥതയാണ്. അതുപോലെ തന്നെ അവർ നിയമപാലകരായിരിക്കും, ഭരണകൂടത്തിൻ്റെ സേവകരായിരിക്കും. നിങ്ങൾ ഞാൻ പറയുന്നതോട് യോജിക്കുന്നുണ്ടാകും. ഇങ്ങനെയുള്ള ഉന്നത ധാർമ്മിക മൂല്യങ്ങളുള്ളവരെ നിങ്ങൾക്ക് ഭയക്കേണ്ടതില്ല. ജമാഅത്തിന് ഇത് വെറും വാദമല്ല ഉള്ളത്, മറ്റുള്ളവരെ ആകർഷണാക്കാനുള്ള വാദമുഖതികൾ മാത്രമല്ല ഇത്. മറിച്ച് ഈ അധ്യാപനങ്ങളൊക്കെ ഞങ്ങൾ പ്രാവർത്തികമാക്കുകയും ഈമാൻ്റെ എല്ലാ തേട്ടങ്ങളും നിറവേറ്റുന്നവരുമാണ് അഹമ്മദികൾ. ഞങ്ങൾ ഈ അധ്യാപനങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ തബ്ലീഗ് പ്രവർത്തനങ്ങൾ മറ്റുള്ളവരോടുള്ള ഞങ്ങൾ ബോധിപ്പിക്കുന്നത്, ഞങ്ങൾ പ്രവർത്തിക്കുന്നുമുണ്ട്. ജനങ്ങളുടെ മതം, അതുപോലെ വിശ്വാസാദർശങ്ങൾ എന്നിവ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ സേവനങ്ങൾ അനുഷ്ഠിക്കുന്നത്. അള്ളാഹുവിൽ വിശ്വാസം അർപ്പിക്കാത്ത അല്ലെങ്കിൽ ഈ ദൈവവിശ്വാസമില്ലാത്തവരെയും ഈ ജമാഅത്ത് അംഗങ്ങൾ അവരോടും വളരെ സഹാനുഭൂതിയോടെ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ദൂര ദിക്കുകളിലുള്ള ജനങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി വാട്ടർ പമ്പുകളും അതുപോലെ തന്നെ കിണറുകളും ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നു, സ്ഥാപിക്കുന്നു. ജനങ്ങൾക്ക് വെള്ളത്തിൻ്റെ മൂല്യം അറിയില്ല, ജലസമ്പത്തിനെ അവർ മാനിക്കുന്നില്ല. ഇങ്ങനെയുള്ള ദൂര രാഷ്ട്രങ്ങളിൽ വീടുകളിൽ നിന്നും ദൂരങ്ങൾ മൈലുകൾ താണ്ടിയാണ് വെള്ളം കൊണ്ടുവരുന്നത്. അവർക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം പോലും നേടാൻ സാധിക്കുന്നില്ല. അവിടെ പോലും വെള്ളം എത്തിക്കുന്നത് ജമാഅത്ത് അഹമ്മദിയ ഒരുപാട് ശ്ലാഘനീയ പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. ദരിദ്രരായി ജനിക്കുന്നവർ ദരിദ്രരായി മരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത് ഇത്തരം അവികസിത രാജ്യങ്ങളിൽ. അവിടെ ഈ എഞ്ചിനീയർമാരെയും വിദഗ്ധരെയും ഞങ്ങൾ അയച്ചുകൊണ്ട് അവർക്ക് വീടുകളോളം അവരുടെ പടിവാതിൽക്കലോളം വെള്ളം എത്തിക്കാനുള്ള സംവിധാനമാണ് ഞങ്ങൾ ഒരുക്കുന്നത്. ജനക്ഷേമ പ്രവർത്തനങ്ങൾ ആഫ്രിക്ക, ഏഷ്യ, അതുപോലെ തന്നെ വെസ്റ്റേൺ ആഫ്രിക്ക, വെസ്റ്റേൺ യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ നിങ്ങൾ എത്തുന്നു. യത്തീം അനാഥാലയങ്ങൾ ഞങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ലോകത്തുള്ള വളരെ ദുർബലരും അശരണരുമായ കുട്ടികൾക്ക് ഞങ്ങൾ അവർക്ക് വേണ്ടിയുള്ള സൗകര്യമൊരുക്കുന്നു. സ്കൂളുകൾ ഞങ്ങൾ ലോകമെമ്പാടും സ്ഥാപിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ക്ലാസ് റൂമുകളിൽ അത് സ്റ്റുഡൻറ്റ് ക്രിസ്ത്യാനിയാണോ, ഈ ജൂതനാണോ, അതുപോലെ തന്നെ ദൈവനിഷേധിയാണോ, നാസ്തികനാണോ എന്നൊന്നും തന്നെ ഞങ്ങൾ വിലമതിക്കാറില്ല. എല്ലാ കുട്ടികളും വിലമതിക്കുന്നവരാണ്. അമൂല്യനിധികളാണ് കുട്ടികൾ. ഓരോരും തന്നെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അഹമ്മദി മുസ്ലിം ജമാഅത്ത് നിരന്തരം ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ സേവനങ്ങളിൽ നിരതമാണ്. അതുപോലെ ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഹ്യൂമാനിറ്റി ഫസ്റ്റ് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. ഞങ്ങൾ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ലോകത്തുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും പൂർണ്ണമായും ദൂരീകരിക്കുക, ജനങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കുക എന്നാണ്. എനിക്കുറപ്പാണ് നിങ്ങൾ ഇത് നേരിട്ട് കാണുന്നതായിരിക്കും. ഈ പള്ളി യഥാർത്ഥ പ്രകാശം പ്രസരിപ്പിക്കുന്ന ഒരു കേന്ദ്രമായി മാറുന്നതാണ്. ഇവിടെ ആരാധനയ്ക്ക് വേണ്ടി വരുന്നവർക്ക് മാത്രമല്ല ഇത് തുറന്ന് കിടക്കുക, ഇതിൻ്റെ വാതിലുകൾ എല്ലാവർക്കും വേണ്ടി തുറന്ന് കിടക്കുന്നതാണ് എപ്പോഴും. എല്ലാ മതവിശ്വാസാദർശങ്ങളുമായി ബന്ധപ്പെടുന്നവർക്ക് ശാന്തി സമാധാനത്തിൻ്റെ സന്ദേശമായിരിക്കും ഈ പള്ളിയിൽ നിന്ന് ലഭിക്കുക.
അള്ളാഹുവിൻ്റെ ആരാധനയും അതുപോലെ തന്നെ മനുഷ്യ സേവനയും ദേവ ആരാധനയും മനുഷ്യ സേവനവും കാഴ്ചവെക്കുന്ന നിലയിലായിരിക്കും ഇവിടെയുള്ള ആളുകൾ അഹമ്മദികൾ ജീവിക്കുക. എല്ലാവരും ഇസ്ലാമിൻ്റെ സമഗ്രമായ അധ്യാപനങ്ങളനുസരിച്ച് ജീവിക്കേണ്ടതുണ്ട്, അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. ഞാനിവിടെ ചില കാര്യങ്ങൾ കേൾപ്പിക്കേണ്ടായി. പള്ളികളിൽ ഇവിടെ ആരാധനകൾ നടത്തുകയും മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി ദുആ ചെയ്യേണ്ടത് അഹമ്മദികളുടെ കടമയാണ്. അതുപോലെ തന്നെ ലോകത്ത് യഥാർത്ഥ സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി ത്യാഗങ്ങൾക്കും വേണ്ടി തയ്യാറാകേണ്ടതാണ്. അവർ മനസ്സിലാക്കേണ്ടത് ലോകത്ത് ശാന്തി സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി അവർ എങ്ങനെയാണ് പ്രാവർത്തികമായ മാതൃക കാഴ്ചവെക്കേണ്ടതെന്നാണ് അവർ ചിന്തിക്കേണ്ടത്. കുഴപ്പങ്ങളും കലാപങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു സമുദായമായി അഹമ്മദികൾ നിലകൊള്ളണം. പരസ്പര സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും അന്തരീക്ഷമാണ് ഇവിടെ സംജാതമാക്കേണ്ടത്. ഈ പള്ളിയിൽ പ്രവേശിക്കുന്നവരൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ ആരാധനകളുടെ കടമകൾ നിറവേറ്റുന്നതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നവരുമാക്കി തീർക്കുമാറട്ടെ. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഇവിടെ നിങ്ങൾ പരിപാടിയിൽ സംബന്ധിച്ചു. അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ വരുത്തട്ടെ. വളരെയധികം നന്ദി. ഹുസൂറിന് വളരെയധികം നന്ദി അറിയിക്കുന്നു. വളരെ ഈമാൻ വർദ്ധിപ്പിക്കുന്ന വിശ്വാസവർദ്ധകമായ കാര്യങ്ങളാണ് ഇവിടെ കേൾപ്പിച്ചത്. ഇവിടെ ദുആക്ക് ശേഷം ഇവിടെ ചായയുടെ സംവിധാനം ഉണ്ടാവും. നിങ്ങൾക്കും